ഹലോ. മെന്റസ് ക്യൂവിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 12th ബയോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പൊ ഇതിൽ തന്നെ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കണം ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്? ഏറ്റവും നല്ല ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന് വേണ്ട ഗുണങ്ങൾ, വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണിത്. ആദ്യമായിട്ട് അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഉപയോഗിക്കുന്ന ആൾക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. എപ്പോൾ വേണമെന്ന് തോന്നിയാലും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് ആയിരിക്കണം ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കണം. ഉപയോഗം ഇല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കണം, പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്നതിൽ നല്ല എഫക്റ്റ് തരണം. അതുപോലെ റിവേഴ്സിബിൾ ആയിരിക്കണം. അതായത് ഒരു സമയത്ത് ഒരു കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അതായത് പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലാവരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു സമയത്ത് എനിക്ക് തോന്നുകയാണ്, ഓക്കെ, ഇപ്പൊ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇനി എനിക്ക് തിരിച്ച് പ്രഗ്നൻസി വേണം, അങ്ങനെ ഒരു സമയത്താണ് അങ്ങനെ ഉള്ളതിനാണ് നമ്മൾ റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ വേണം ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. അതുപോലെ ഇറ്റ് ഷുഡ് ഹാവ് നോ അല്ലെങ്കിൽ മിനിമം സൈഡ് എഫക്ട്സ്. അതായത് ഒന്നുകിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാനേ പാടില്ല, അല്ലെങ്കിൽ ലീസ്റ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാവുക. എന്തായാലും കോൺട്രാസെപ്റ്റീവ്സിന് സൈഡ് എഫക്ട് ഉണ്ടാകും. അത് എന്താണ് കാരണം, നമ്മൾ നേച്ചറിന്റെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാണ് വിത്ത് മെഡിക്കേഷൻസ്, വിത്ത് പുതിയ പുതിയ സാധനങ്ങൾ വെച്ചിട്ട്. സോ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും, എങ്കിലും മിനിമം സൈഡ് എഫക്ട്സ് ഉണ്ടാകുക. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ സെക്ഷുവൽ ഡ്രൈവ്. ഈ മൂന്ന് വാക്കുകൾ ഓർത്തിരിക്കുക: സെക്ഷുവൽ ഡ്രൈവ്, സെക്ഷുവൽ ഡിസയർ ആൻഡ് സെക്ഷുവൽ ആക്ട് ഓഫ് ദ യൂസർ. ഇത് യൂസ് ചെയ്യുന്ന ആളുടെ സെക്ഷുവൽ ഡ്രൈവ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്ഷുവൽ ഡ്രൈവിനെ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. അതായത് അയാളുടെ ഇജാക്കുലേഷൻ, അയാളുടെ ഫീലിങ്സ്, അതിനൊന്നും ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ആളുടെ സെക്ഷുവൽ ഡിസയേഴ്സിനെ എന്താണ് ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. ഒരു കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചത് കൊണ്ട് ആ ഒരു സെക്ഷുവൽ ഇന്റർകോഴ്സിന്റെ പൂർണ്ണത വരാതിരിക്കുക. അതുപോലെ ആൻഡ് സെക്ഷുവൽ ആക്ട്, ആ സെക്ഷുവൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ചെയ്യുന്ന ആക്ടുകളിൽ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഒരു ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാസെപ്റ്റീവ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആവുന്ന എപ്പോഴാണ്? അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുമ്പോൾ, അത് ഈസിലി അവൈലബിൾ ആയിരിക്കുമ്പോൾ, അത് എഫക്റ്റീവ് ആയിരിക്കുമ്പോൾ, അത് റിവേഴ്സിബിൾ ആയിരിക്കുമ്പോൾ, സൈഡ് എഫക്ട്സ് കുറവായിരിക്കുമ്പോൾ, ആൻഡ് അത് ആ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സെക്ഷുവൽ ഡ്രൈവ്, സെക്ഷുവൽ ഡിസയർ ആൻഡ് സെക്ഷുവൽ ആക്ടിനെ ഇന്റർഫിയർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരു കോൺട്രാസെപ്റ്റീവ് ഒരു ഐഡിയൽ, ഒരു വളരെ നല്ല കോൺട്രാസെപ്റ്റീവ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ 6 പോയിന്റ്സ് ആണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് വേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം, ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്. മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു 6 ടൈപ്പ് ഓഫ്, ഇവിടെ 7 കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഇതിൽ ഇഞ്ചക്ഷൻസും ഇംപ്ലാന്റ്സും ഒരുമിച്ചാണ് നമ്മൾ കൂട്ടുക. സോ 6 ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് ആണ് ഉള്ളത്. ഒന്ന് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നാച്ചുറൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ്സ്, പണ്ട് തൊട്ട് ആളുകൾ ഉപയോഗിച്ച് വരുന്നത്, ഇപ്പോഴത്തെ പുതിയ മെത്തേഡ്സ് അല്ലാതെ. പിന്നെ ബാരിയർ മെത്തേഡ്സ്. ബാരിയർ എന്ന് വെച്ചാൽ നമുക്കറിയാം, അതിര് എന്ന് പറയും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഓറൽ എന്ന് വെച്ചാൽ വായിലൂടെ, അതായത് കഴിക്കുന്നത്. ആൻഡ് ഇഞ്ചക്ഷൻസ്, ഇംപ്ലാന്റ്സ് കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ മനസ്സിലാവും, അതിപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്, സർജറി വഴി ഉള്ള കോൺട്രാസെപ്റ്റീവ്സ്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയും. അതായത് പണ്ട് തൊട്ട് ഈ ഒരു കോണ്ടം പോലത്തെ സംഭവങ്ങൾ വരുന്നതിന് മുമ്പ് തൊട്ട് ആളുകൾ ഉപയോഗിച്ച് വന്നിരുന്ന കുറച്ച് നാച്ചുറൽ മെത്തേഡ്സ് ആണ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവോയ്ഡിങ് ദ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം. എങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാവുക? അതായത് മെയിൽ ഗാമറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗാമറ്റ് ആയിട്ടുള്ള ഓവവും കൂടെ മീറ്റ് ചെയ്യുമ്പോഴാണ്, അവർ ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ്, ഫ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രഗ്നൻസി ഉണ്ടാവുക, ഒരു കുട്ടി ഉണ്ടാവുക. ആൻഡ് ഇവരുടെ മീറ്റിങ്ങിനെ, ഇവർ കണ്ടുമുട്ടുന്നതിനെ തടഞ്ഞാൽ, അവോയ്ഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഈ നാച്ചുറൽ മെത്തേഡ്സ് 3 ടൈപ്പ് ആണുള്ളത്. ഇത് ഓർത്തിരിക്കുക. ഉറപ്പായിട്ടും ഒരു MCQ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലോങ് ആൻസർ, ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടോ വരാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇതിലെ പേരുകൾ കുറച്ച് ഓർത്തിരിക്കാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ആദ്യത്തേത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, രണ്ടാമത്തേത് വിഡ്രോവലിനുള്ളതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഓർത്തിരിക്കുക. ആൻഡ് ലാക്ടേഷണൽ അമനോറിയ. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ടൈപ്പാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. പേര് കേട്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലും, ബയോളജി എന്ന് പറയുന്നത് നമുക്ക് അതിലെ ഓരോ ടേംസും വാക്കുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പീരിയോഡിക് എന്ന് പറയുമ്പോൾ പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ പീരീഡ്സുമായിട്ട് വേണമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. സോ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കുക. ലൈക്ക് നമുക്കറിയാം മെൻസ്ട്രുവൽ സൈക്കിൾ 28 ഡേയ്സ് ആണ്. അതിൽ 3 to 4 days ഓവ്യുലേഷൻ ആണ്. ആദ്യം എന്താ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്കറിയാം അല്ലെ. കുറച്ച് ദിവസം മെൻസ്ട്രുവേഷൻ നടക്കും, അതായത് ബ്ലീഡിങ് ഉണ്ടാവും, ഓവ്യുലേഷൻ നടക്കുന്ന സമയമുണ്ട്. ഇപ്പൊ ഇതില് ഓവ്യുലേഷൻ നടക്കുന്ന ഒരു ഐ തിങ്ക് ഓവ്യുലേഷൻ നടക്കുന്ന ഒരു ഓവ്യുലേഷൻ നടക്കുന്ന ഒരു 3 to 4 days ആണ്. ആ ഡേയ്സിലാണ് എന്തുണ്ടാവുന്നത്, പ്രഗ്നൻസിയുടെ ചാൻസസ് ഉണ്ടാകുന്നത്. എഗ് റിലീസ് ചെയ്യുന്ന ആ ഒരു സമയത്താണ്, ഓവ്യുലേഷന്റെ ടൈമിൽ. അപ്പൊ ഒരു മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ 1 to 28 days നമ്മൾ കൂട്ടിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ഓവ്യുലേഷന് ചാൻസ് ഉള്ള ദിവസങ്ങൾ പ്ലസ് അതിന്റെ കുറച്ച് മുമ്പോട്ടും കുറച്ച് ബാക്കിലോട്ടും ഉള്ള കുറച്ച് ഡേയ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, 10 to 17 എന്ന് പറയുന്നത്. അപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിളിലെ നോർമൽ ഒരു കലണ്ടറിലെ 1 to 10 to 17 അല്ല, ഒരു പല ഇൻഡിവിജ്വൽസിന് പല ഡേയ്സ് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. അതിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മെൻസ്ട്രുവൽ സൈക്കിളില് 10 to 17, 10 മുതൽ 17ാമത്തെ ദിവസം വരെ ഒരു കപ്പിൾ ആരൊക്കെയാണോ സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുക, ആ കപ്പിള് എന്ത് ചെയ്യാതിരിക്കുക, സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാതിരിക്കുക. അതായത് അത്രയും നാൾ ഇന്റർകോഴ്സ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. 10 to 17 days മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 10 മുതൽ 17ാമത്തെ ദിവസം വരെ ഇന്റർകോഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പീരീഡ് ഫെർട്ടൈൽ പീരീഡ് ആണ്, അതായത് ഓവ്യുലേഷൻ നടക്കുന്ന, എഗ് റിലീസ് ചെയ്യുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടാൽ, കോയിറ്റസ് ചെയ്താൽ എന്താണ്, പ്രഗ്നൻസി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു സംഭവങ്ങളും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓവ്യുലേഷന്റെ ടൈമിൽ സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളത്. അതിനെയാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസ് എന്ന് വെച്ചാൽ നമുക്കറിയാം സെക്ഷുവൽ ഇന്റർകോഴ്സ് ആണ് കോയിറ്റസ്. ആൻഡ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യുക, ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറുക എന്നുള്ള രീതിയിൽ ഒരർത്ഥത്തിൽ എടുക്കാം. അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേര് നമ്മൾ പറയാ വിഡ്രോവൽ ആണ്. വിഡ്രോവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇജാക്കുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ്, ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ, സെക്ഷുവൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് നടക്കുമ്പോൾ ഇജാക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, സ്പേം റിലീസ് നടക്കുന്നതിന് തൊട്ട് മുൻപ് മെയിൽ പാർട്ട്ണറിന്റെ പീനിസ് ഫീമെയിൽ പാർട്ട്ണറിന്റെ വെജൈനയിൽ നിന്ന് പുറത്തേക്ക് വിഡ്രോ ചെയ്യുക. അതായത് മെയിൽ പാർട്ട്ണറിന്റെ പീനിസ് ഫീമെയിൽ പാർട്ട്ണറിന്റെ വെജൈനയ്ക്കകത്ത് നിൽക്കുന്ന സമയത്ത് ഡ്യൂറിങ് സെക്ഷുവൽ ഇന്റർകോഴ്സ്, ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് മെയിൽ പാർട്ട്ണറിന്റെ പീനിസ് വെജൈനയിൽ നിന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, വിഡ്രോ ചെയ്യുക. അതിനെയാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വിളിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ടു അവോയ്ഡ് ഇൻസെമിനേഷൻ എന്താണ്, സ്പേമിനെ അല്ലെങ്കിൽ സെമനെ വെജൈനയ്ക്കകത്തേക്ക് എന്ത് ചെയ്യുക, ഇൻജെക്ട് ചെയ്യുക. അതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയാം. അപ്പൊ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നതിനെയാണ്, ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് വിഡ്രോ ചെയ്യുന്നതിനെയാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ടൈപ്പാണ് ലാക്ടേഷണൽ അമനോറിയ. ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മുലയൂട്ടുക എന്ന് പറയും, മുലപ്പാൽ കൊടുക്കുക. അപ്പോ അമനോറിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മെൻസ്ട്രുവേഷൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലാതിരിക്കുക, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ എന്ന് പറയും. അപ്പൊ ഈ ലാക്ടേഷൻ നമുക്കറിയാം, ആദ്യത്തെ പ്രഗ്നൻസിക്ക് ശേഷം, അതായത് ഡെലിവറിക്ക് ശേഷം, പാർച്വറേഷന് ശേഷം, പാർച്വറേഷൻ എന്ന് വെച്ചാൽ ഡെലിവറിയാണ്, അതിനുശേഷം
കുറെ നാളത്തേക്ക് അമ്മ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയമാണ്. ഇന്റൻസ് ലാക്ടേഷന്റെ സമയമാണ്. അതായത് എന്താണ് ഇന്റൻസ് ആയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് പാൽ കൊടുക്കുന്ന സമയമാണ്. അങ്ങനത്തെ സമയത്ത് മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഓവ്യുലേഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ ഒരു സമയത്ത് ഫുള്ളി മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കാൻ പോകുന്നില്ല. അതിനെയാണ് ആ ഒരു സമയത്ത് സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടാൽ എന്താണ് ആ സമയത്ത് ഓവ്യുലേഷൻ നടക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഗ്നൻസി ഉണ്ടാവില്ല. സോ അതൊരു ടൈപ്പ് ഓഫ് നാച്ചുറൽ മെത്തേഡ് ആണ്. സോ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അപ് ടു 6, ഇതിനൊരു പെർട്ടിക്കുലർ ലിമിറ്റ് ഇല്ല. ഇത്ര നാള് വരെ നമുക്ക് അറിയില്ലല്ലോ. ഇന്റൻസ് ലാക്ടേഷന്റെ കാര്യം നമുക്കറിയില്ല. സോ എത്ര നാള് വരെ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കാം? ചിലപ്പോൾ മാക്സിമം ഇതിന്റെ മാക്സിമം എഫക്ട് കണ്ടുവരുന്നത് 6 months വരെയാണ്. ചിലപ്പോൾ അതിന് മുമ്പേ കഴിയാറുണ്ട്, ചിലപ്പോൾ അതിന് ശേഷമാണ്. സോ അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊരു നമുക്ക് ഇത് പറയാൻ പറ്റില്ല, ഡേറ്റ് അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ പറയാൻ പറ്റില്ല. സോ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് പറഞ്ഞാൽ, നാച്ചുറൽ മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല. കാരണം എന്താണ്, നമ്മൾ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഇല്ല. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ റേറ്റ് ഹൈ ആണ്. അതായത് പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആണെങ്കിൽ പോലും ഇപ്പൊ വിഡ്രോ ലൈക്ക് അവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓവ്യുലേഷൻ നടക്കുന്ന ഡേയ്സ് ഏതൊക്കെയാണ്. സോ അവിടെ ഫെയിലിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ വിഡ്രോവലിന്റെ സമയത്ത് ഫെയിലിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ലാക്ടേഷനിൽ അമനോറിയ, അതും ഞാൻ പറഞ്ഞു ടൈം ലൈൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഈ നാച്ചുറൽ മെത്തേഡ്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ വളരെയധികം കൂടുതലായി. ഇനി രണ്ടാമത്തെ ടൈപ്പ് മെത്തേഡ് ആണ് ബാരിയർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ബാരിയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മളൊരു ബാരിയർ വെക്കുക. ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ക്ലാസ്സിൽ നിങ്ങളുടെ ബെഞ്ച് മേറ്റിന്റെ കൂടെ. ഇപ്പൊ രണ്ടുപേരും ഇരിക്കുന്ന ബെഞ്ചാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ്നർ വെച്ചിട്ട് വര വരയ്ക്കും. എന്നിട്ട് പറയും ഇതിന്റെ അപ്പുറത്തോട്ട് നിന്റെ ബുക്ക് വരരുത്, ഇതിന്റെ ഇപ്പുറത്തോട്ട് നിന്റെ കൈ വരരുത്, അങ്ങോട്ട് മാറിയിരുന്നോണം, ബാഗ് ഇപ്പുറത്ത് വെക്കരുത്, നടുക്ക് വെക്കരുത്, സൈഡിൽ വെക്കുക. അതാണ് ബാരിയർ. ഒരു അതിര് വെക്കുക. രണ്ട് വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങളുടെ ഇടയിൽ ഒരു അതിര് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നോക്കുമ്പോൾ ഇവരുടെ പ്രിൻസിപ്പൽ എന്താന്ന് വെച്ചാൽ ഇവരൊരു ഫിസിക്കൽ ബാരിയർ വെച്ചിട്ട്, കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബാരിയർ വെച്ചിട്ട് സ്പേമിനെയും ഓവത്തിനെയും, സെയിം പ്രിൻസിപ്പൽ തന്നെയാണ്, സ്പേം ഓവത്തിലേക്ക് എത്താതെ പ്രിവെന്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന മറ്റിടത്ത് നമ്മൾ വേറെ നാച്ചുറൽ മെത്തേഡ്സ് ആയിരുന്നു ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിക്കുന്നത് ബാരിയേഴ്സ് ആണ്. അതായത് എത്തുന്നത് തടയുന്ന കുറച്ച് ബാരിയേഴ്സ്, അതിരുകളാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ അതിന് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോണ്ടംസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് കോണ്ടം. മെയിലിലും ഫീമെയിലും ഉപയോഗിക്കുന്നതാണ് കോണ്ടം. ഓക്കെ, മെയിലില് പീനിസിനെ കവർ ചെയ്യാനും ഫീമെയിലില് വെജൈനയെ അല്ലെങ്കിൽ സെർവിക്സിനെ കവർ ചെയ്യാനും എന്തുപയോഗിക്കാറുണ്ട്? കോണ്ടംസ് ഉപയോഗിക്കാറുണ്ട്. ഈ കോണ്ടംസ് ഉണ്ടാക്കിയിരിക്കുന്നത് തിന്നായിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള, ഓക്കെ, തിന്നായിട്ടുള്ള എന്തായിരിക്കും ഉപയോഗിക്കാൻ കാരണം? നമ്മുടെ ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന്റെ ഒരു സംഭവം വരുന്നുണ്ട് അല്ലെ? എന്താണ്? സെക്ഷുവൽ ആക്ടിനെ, സെക്ഷുവൽ ഡിസയറിനെ, സെക്ഷുവൽ ഡ്രൈവിനെ ഇന്റർഫെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ തിന്നായിട്ടുള്ള എന്താണ് കോണ്ടംസ് ഉണ്ടാക്കുക. അപ്പൊ റബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റ് വെച്ചിട്ടോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോണ്ടംസ് ഉണ്ടാക്കുക. ഫീമെയിൽ ആയാലും മെയിൽ ആയാലും രണ്ടും ഏകദേശം സെയിം ആണ്, ഫങ്ഷനും സെയിം ആണ്. അപ്പൊ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഡബിൾ അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ എന്താണ്, പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യും, അതിന്റെ കൂടെ തന്നെ STIs, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, STIസിനെ പ്രിവെന്റ് ചെയ്യാനും കോണ്ടം എന്ത് ചെയ്യാറുണ്ട്? സഹായിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോണ്ടംസിന്റെ യൂസ് ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. വളരെ നല്ലൊരു മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ആണ് കോണ്ടം. ആൻഡ് നിരോധം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത് മെയിൽസിന്റെ മാത്രമാണ്, മെയിൽസിന്റെ കോണ്ടത്തിന്റെ ഒരു ബ്രാൻഡാണ്. ഓക്കെ, ഭയങ്കര ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വളരെ നല്ല ബ്രാൻഡാണ് നിരോധ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ആണ് ഡയഫ്രംസ് അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്സ് അല്ലെങ്കിൽ വോൾസ്. ഈ കോണ്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് മെയിൽസിലും ഫീമെയിൽസിലും നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ബാരിയർ മെത്തേഡ്സിലെ നമ്മുടെ എന്താണ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾസ്, ഇതെല്ലാം ഫീമെയിൽസിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഇതേ ഞാനവിടെ പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്ക്, ഇത് ലാക്ടേഷൻ അമെനോറിയ. ആൻഡ് ഇവിടെ നോക്ക്, ഇത് ഒരു കോണ്ടാണ്, ഇത് ഒരു സെർവിക്കൽ ക്യാപ്പ് ആണ്. ആൻഡ് വോൾസ്, ഇതൊക്കെ എന്താന്ന് വെച്ചാല് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് വെജൈന വഴി
വെജൈന വഴി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ആരെ? ഡയഫ്രംസിനെയും സെർവിക്കൽ ക്യാപ്സിനെയും ഗോൾസിനെയൊക്കെ. എന്തിനാണെന്ന് വെച്ചാൽ സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവരെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോണ്ടംസിനെ പോലെയല്ല, ദേ ആർ റീയൂസബിൾ. റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കോണ്ടംസ് എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ ആണ്. ഓക്കെ, കോണ്ടംസിന്റെ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ ദേ ആർ ഡിസ്പോസിബിൾ, സ്വയം ഈസിലി ഡിസ്പോസിബിൾ ആണ്, സെൽഫ് ഡിസ്പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്വയം ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, സെൽഫ് ഇൻസേർട്ടബിൾ ആണ്. അതിന് നമുക്കൊരു ഡോക്ടറിന്റെയോ നഴ്സിന്റെയോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോണ്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രൈവസി, ഇത് യൂസ് ചെയ്യുന്ന യൂസറിന് ഒരുപാട് പ്രൈവസി തരുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് എന്ത്, കോണ്ടംസ് എന്ന് പറയുന്നത്. പക്ഷെ സെർവിക്കൽ ക്യാപ്സും അതുപോലെ തന്നെ. ആൻഡ് അത്രേ ഉള്ളൂ, റീയൂസബിൾ ആണ്. ഇനി ബാരിയർ മെത്തേഡ്സിലെ മൂന്നാമത്തെ ടൈപ്പ് അല്ല സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ്, ഫോംസ്. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ബാരിയേഴ്സ് ഉപയോഗിക്കുമല്ലോ, ലൈക്ക് കോണ്ടം, ഡയഫ്രാം, സെർവിക്കൽ ക്യാപ്സ്. ഇതിലൊക്കെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് ഒരു ബാരിയേഴ്സ് മാത്രമാണ്, സ്പേമിനെ ഇത് ഒരു രീതിയിലും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. സോ ഇൻ കേസ് സ്പേം ഈ ബാരിയറിനെ മറികടന്ന് വന്നാൽ എന്നുള്ളൊരു ചിന്ത ഉള്ളവരാണെങ്കിൽ ദേ യൂസ് സ്പെർമിസൈഡൽ ജെല്ലി. സ്പെർമിസൈഡൽ, ഹോമിസൈഡ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ, മനുഷ്യരെ കൊല്ലുക. അതുപോലെ സ്പെർമിസൈഡ് എന്ന് പറഞ്ഞാല് സ്പേമിനെ കൊല്ലുക. അതേണ്ട, ഇതെല്ലാം സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് ഒക്കെയാണ്. സോ സ്പേമിനെ കൊല്ലുന്ന ടൈപ്പ് ക്രീം, ജെല്ലീസ് ഒക്കെ, അല്ലെങ്കിൽ ഫോംസ് എന്ന് വെച്ചാൽ പദം നമ്മൾ ഷേവിംഗ് ഫോം ഒക്കെ കണ്ടിട്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ബെരിയേഴ്സിന്റെ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നില്ല, സ്പേമിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, ബരിയേഴ്സിന്റെ കൂടെ ഉപയോഗിക്കും. അതായത് കോണ്ടത്തിനകത്ത് ഇതിനെ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്പെർമിസൈഡൽ ക്രീംസ്, ജെലീസ്, ഫോംസ് ഒക്കെ ഉപയോഗിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്രീംസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ തന്നെ സ്പേം മരിച്ചു പോവുക. അതിനുശേഷം പിന്നെ ബാരിയറിനെ മറികടന്ന് അതിന് പോകാൻ പറ്റില്ല. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ഹയർ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്ത് എഫിഷ്യൻസി? കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്, ബാരിയർ മെത്തേഡ്. ഇനിയാണ് ഈ ഒരു ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ തോന്നും ഇതിനകത്തൊന്നും എഴുതാനൊന്നുമില്ലല്ലോ, പക്ഷെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, പേര് വെച്ച് തന്നെ തുടങ്ങാം. ഇൻട്രാ എന്ന് വെച്ചാൽ അകത്താണ് അല്ലെ, ഇൻട്രാ അകത്ത്. യൂട്രൈൻ എന്ന് വെച്ചാൽ യൂട്രസുമായിട്ട് റിലേറ്റഡ് ആണ്. ഡിവൈസസ്, ഓക്കെ, യൂട്രസിനകത്ത് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUDs. IUDs എന്ന് ചിലപ്പോൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പോലും എഴുതാതെ IUDs എന്ന് മാത്രം ചോദിക്കാറുണ്ട്, അത്രയ്ക്ക് കോമൺ ആണ് ഇത്. സോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്വയം ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസോ, വെറും ഡോക്ടേഴ്സ് ഒന്നും അല്ല, വെറും നഴ്സസ് അല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വജൈന വഴിയാണ് ഇൻസേർട്ട് ചെയ്യുക. ഇത് 3 ടൈപ്പ് ഉണ്ട് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUDs, നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. രണ്ടാമത്തത് കോപ്പർ റിലീസിംഗ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. മൂന്നാമത്തത് ഹോർമോൺ റിലീസിംഗ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ 3 പോയിന്റ് അല്ലെങ്കിൽ ഈ 3 ടൈപ്സ്, ആദ്യത്തെ ഈ പോയിന്റ്, പിന്നെ ഈ 3 ടൈപ്സ് അത് എഴുതാൻ മറക്കാതിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി ഇതിലെന്താണ് എഴുതേണ്ടത്? ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും എഴുതേണ്ട അത്ര ആവശ്യമില്ല, പക്ഷെ ഉറപ്പായിട്ട് എഴുതേണ്ടത് എക്സാമ്പിൾസ് ആണ്. ആൻഡ് CUT പോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ എക്സാമ്പിൾസ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാൻ ചാൻസ് ഉള്ള എക്സാമ്പിൾസ് ആണ്. സോ അത് ഓർത്തിരിക്കാൻ നോക്കുക. അപ്പൊ എന്താണ് നോൺ മെഡിക്കേറ്റഡ് IUDs എന്ന് നോക്കാം. അതിനകത്ത് മെഡിക്കേഷൻസ്, മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല, അതിനകത്ത് വേറെ സ്പെഷ്യൽ ടെക്നിക്സ് ഒന്നുമില്ല. ജസ്റ്റ് അതിന്റെ പ്രസൻസ് കൊണ്ടാണ് അത് കോൺട്രാസെപ്റ്റീവ് ആവുന്നത്. യൂട്രസിനകത്തേക്ക് ഈ നോൺ മെഡിക്കേറ്റഡ്, അതായത് ഒരു മരുന്നോ ഒരു കോപ്പർ റിലീസിങ് അല്ലെങ്കിൽ ഹോർമോൺ റിലീസിങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കോ ഇല്ലാതെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു ഇതിന്. ഓക്കെ, ഒരു ലൂപ്പ് പോലത്തെ. ഇതിന്റെ എക്സാമ്പിൾ ആണ് ലിപ്പേസ് ലൂപ്പ്. ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ, ഇത് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഓർത്തിരിക്കുക എങ്ങനെയെങ്കിലും, അങ്ങനെയാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും. ലിപ്പേസ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പേമിനെ
സെർവിക്സിന്റെ അല്ലെങ്കിൽ ആ ഒരു യൂട്രസിന്റെ അപ്പുറത്തേക്ക് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുക. ആൻഡ് ഈ ഒരു ലിപ്പേസ് ലൂപ്പ് അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് IUDs യൂട്രസിൽ ഉള്ളത് കൊണ്ട് തന്നെ യൂട്രസിൽ ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരുപാട് ഇറിറ്റേഷൻ ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് ഇൻട്രായൂട്രൈൻ ഡിവൈസസിൽ. ക്യാൻസർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് IUDs. ആൻഡ് ഇത് വയറ്റിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്രസിൽ ഇരിക്കുന്ന സമയത്ത് യൂട്രസിന്റെ വോളിനെ ഇത് എന്തായിട്ട് സ്പേമിന് റിസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുന്ന ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി വെച്ചിട്ട്. പക്ഷെ ഇതിനകത്ത് മെഡിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഇതിന്റെ പ്രസൻസ് കൊണ്ട് തന്നെ ഇത് സ്പേമിനെ തടയുന്നു. അത്രേ ഉള്ളൂ. യൂട്രസിന്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കും. അത്രേ ഉള്ളൂ ഈ നോൺ മെഡിക്കേറ്റഡ് IUDs. ഇനി കോപ്പർ റിലീസിങ് IUDസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട 2 എക്സാമ്പിൾസ് ആണ്. ഈസിയാണ്, സിമ്പിൾ. കോപ്പർ ടി ആൻഡ് കോപ്പർ 7. കോപ്പർ ടി, കോപ്പർ 7 ഓർത്ത് വെക്കാൻ തന്നെ എന്ത് എളുപ്പം. അതിന് പിന്നെ ഒരു എക്സാമ്പിൾ ആണ് മൾട്ടി ലോഡ് 375. ഈ 3 എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. കോപ്പർ ടി, കോപ്പർ 7, മൾട്ടി ലോഡ് 375. ഒരു എക്സാമിന് 12th CBSE ബോർഡ് എക്സാമിന് MCQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൾട്ടി ലോഡ് 375. ഒരു MCQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഓർത്തിരിക്കുക. ആൻഡ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും. ഈ കോപ്പർ റിലീസിങ് IUDs കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും. ദിസ് സപ്രസസ് ദ സ്പേം ആക്ടിവിറ്റിയെ സപ്രസ് ചെയ്യും. അതായത് സ്പേമിന്റെ ആക്ടിവിറ്റീസിനെ തടയും. ഇനി കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് എഴുതണം, കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എഴുതണമെങ്കിൽ 2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്യാം. ഈ സ്പേം ആക്ടിവിറ്റി എന്ന് പറയുന്നതിന് പകരം സ്പേം മോട്ടിലിറ്റി, അതായത് സ്പേമിന്റെ മൂവ്മെന്റിനെ, സ്പേമിന് മൂവ് ചെയ്യാനുള്ള കഴിവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റിലീസ് ചെയ്യുന്ന കോപ്പർ അയൺസ് സഹായിക്കും എന്ന് എഴുതാം. സ്പേം മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, യൂട്രസിനകത്ത് ചേഞ്ചസ് ഉണ്ടാകും. മെയിൻ ആയിട്ട് ഫാഗോസൈറ്റോസിസ്, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വേണമെങ്കിൽ എഴുതാം. ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം. ഈ റിലീസ് ചെയ്യുന്ന കോപ്പർ അയൺസ് സ്പേമിന്റെ ഫാഗോസൈറ്റോസിസ് നടത്തും. അതായത് സ്പേമിനെ നശിപ്പിക്കും, സ്പേമിനെ കൊന്നുകളയും. 2 പോയിന്റ്സ് ആണ്. സ്പേം ആക്ടിവിറ്റി എന്ന് എഴുതുന്നതിന് പകരം 2 പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. സ്പേം മോട്ടിലിറ്റി, അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം സെൽസ്. ഫാഗോസൈറ്റോസിസ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഹോർമോൺ റിലീസിങ് IUDs, അതായത് ഹോർമോണിനെ റിലീസ് ചെയ്യുന്ന IUDs. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ സംഭവം എന്താണെന്ന്. ഈ IUDs എന്ത് ചെയ്യും എന്ന് വെച്ചാൽ കുറച്ച് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പ്രൊജസ്റ്റാസേർട്ട് ഓർത്തിരിക്കുക. പിന്നെ LNG-20, ഇതെങ്ങനെയെങ്കിലും ഓർത്തിരിക്കുക. പ്രൊജസ്റ്റാസേർട്ടും LNG-20 ആണ് ഹോർമോൺ റിലീസിങ് IUDസിന്റെ എക്സാമ്പിൾ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഹോർമോൺസിനെ റിലീസ് ചെയ്തിട്ട് യൂട്രസിനെ ഇംപ്ലാന്റേഷന് വേണ്ടി അൺസ്റ്റേബിൾ ആക്കും. അതായത് യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. ഫോർ എക്സാമ്പിൾ, യൂട്രസിന്റെ ലൈനിങ് ഉണ്ട്, എൻഡോമെട്രിയൽ, അകത്തുള്ള ലൈനിങ്, അതിനെ തിന്നാക്കും. ഈ ഹോർമോൺസിനെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ തിന്നാക്കും. അത് തിന്നായാലും എന്താണ്, അവിടെ പോയിട്ട് ഇനി ഫെർട്ടിലൈസേഷൻ നടന്നാൽ തന്നെ ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു സൈഗോട്ട് വന്ന് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒന്നും ഒട്ടാൻ പറ്റില്ല. അതിന് പകരം ആ യൂട്രസിന്റെ വോളിനെ തിന്നാക്കിയിട്ട് ഇതെല്ലാം നമ്മുടെ യൂട്രസ് വോളിൽ എന്തുണ്ടാക്കും, ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ വേറെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് പൊതുവെ യൂസ് ചെയ്യുക ഇപ്പോ പ്രഗ്നൻസി ഡിലേ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ. അതായത് എനിക്കിനി 3 വർഷം കഴിഞ്ഞിട്ട് കുട്ടി മതി, കല്യാണത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം കുട്ടി മതി. അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ സ്പേസിങ് ബേർഡ്സ് എന്ന് പറയും. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇനി എനിക്കൊരു 3 വർഷം കഴിഞ്ഞിട്ട് കുട്ടി മതി, കാരണം എന്റെ ആദ്യത്തെ കുട്ടി വളരുന്നിടം വരെ എനിക്ക് അവന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം, അവന്റെ കൂടെ അവന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റണം. സോ എനിക്ക് 3 വർഷം കഴിഞ്ഞിട്ട് മതി. അതുവരെ എനിക്ക് എപ്പോഴും പിൽസ് എടുക്കാൻ പറ്റില്ല, എപ്പോഴും എന്താണ് ഈ കോണ്ടംസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര കോസ്റ്റ് ആണ്. സോ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് 3 വർഷത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് റിവേഴ്സിബിൾ ആണ്. അതായത് ഇത് ഒരു പ്രാവശ്യം വെച്ചാൽ പിന്നെ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല, ഇത് തിരിച്ചെടുക്കാൻ പറ്റും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഡിലേയിങ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടും സ്പേസിങ് ബേർഡ്സിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻറ്റ്. അത് ഓർത്തിരിക്കുക. ഇൻട്രായൂട്രൈൻ ഡിവൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊക്കെ കോപ്പർ ടീയുടെ എക്സാമ്പിൾസ് ആണ്, T ഷേപ്പിലുള്ള. അതുപോലെ ലിപ്പേസ് ലുക്കിന്റെ ഒക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്താണ്
നാലാമത്തെ ടൈപ്പ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഓറൽ എന്ന് വെച്ചാൽ നമുക്കറിയാം വാ വഴിയിട്ട് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ORS ഒക്കെ കേട്ടിട്ടുണ്ട്. ഓറൽ എന്ന് വെച്ചാൽ നമ്മുടെ വായുമായിട്ട് റിലേറ്റഡ്, മൗത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ളത് പ്രോസ് പ്രൊജസ്ട്രോൺ എന്ന് പലരും എക്സാമിന് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. പ്രൊജസ്റ്ററോൺ അല്ല. പ്രൊജസ്ട്രോൺ എന്ന് വെച്ചാൽ പ്രഗ്നൻസിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇത് എന്താന്ന് വെച്ചാല് പ്രൊജസ്റ്റോജൻ എന്ന് പറയുന്ന ഹോർമോൺ, അല്ലെങ്കിൽ ഈസ്ട്രജൻ, ഒന്നെങ്കിൽ പ്രൊജസ്റ്റോജന്റെ സ്മോൾ ഡോസസ്, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജന്റെയും ഈസ്ട്രജന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ്. ഇതാണ് ഇപ്പൊ ഓറൽ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഗുളിക. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ചാൽ ഗുളികളില്ലേ, ടാബ്ലറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേര് വിളിക്കും, പിൽസ് എന്ന് വിളിക്കും, പിൽസ്. ആൻഡ് ഇതിനകത്ത് ഗുളികകളിനകത്ത് വരുന്ന കോമ്പിനേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ പ്രൊജസ്റ്റോജൻ എന്ന് പറയുന്ന ഹോർമോണോ അതിന്റെ ചെറിയ ഡോസോ, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജനും ഈസ്ട്രോജനും കൂടെ ഒരുമിച്ച് ചേർന്ന കോമ്പിനേഷൻസ്, അവരുടെ കോമ്പിനേഷൻസും ആണ് പിൽസിനകത്തുള്ളത്. പിൽസ് എങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 21 ഡേയ്സ് ഡെയിലി എടുക്കേണ്ട സാധനങ്ങളാണ് പിൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ 28 ഡേയ്സ് ആണ്. ഈ പിൽസ് അതിലെ 21 ഡേയ്സും കഴിക്കണം. ഓക്കെ, യു ക്യാൻ ഇമാജിൻ 21 ദിവസവും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, എന്തൊക്കെ എഫക്ട്സ് വരാം എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ടോട്ടൽ 28 ഡേയ്സ് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. അതിൽ 21 ഡേയ്സും പിൽസ് കഴിക്കണം. ആൻഡ് 7 ഡേയ്സ് ഗ്യാപ്പ് ആയിരിക്കും. ആ 7 ഡേയ്സ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രുവേഷൻ ആണ്, ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയമാണ്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മെൻസ്ട്രുവേഷൻ ഉണ്ടാവുമ്പോൾ എന്തായാലും പ്രഗ്നൻസി പോസിബിൾ അല്ല. ആൻഡ് അതിന് ശേഷം ഉള്ള 21 ദിവസവും ഈ പിൽസ് കഴിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് വിത്തിൻ ഇത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് പകുതി ആവുമ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, കാരണം ഓവുലേഷൻ ചിലപ്പോൾ ഓൾറെഡി നടന്നു കാണാം. സോ ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ, മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ ഈ ഒരു പിൽസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ആൻഡ് 7 ഡേ ഗ്യാപ്പ് ഇട്ട് 21 ദിവസം ഡെയിലി ഇത് കഴിച്ചിരിക്കണം. എത്ര വരെ കഴിക്കണം എന്ന് വെച്ചാൽ എത്ര നാൾ കുട്ടികൾ ഉണ്ടാവരുതോ അത്രയും നാൾ എല്ലാ മാസവും 21 ദിവസം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് പിൽസിന്റെ ഇത്. ആൻഡ് സഹേലി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സഹേലി എന്ന് പറയുന്നത്. സഹേലി എന്ന് പറഞ്ഞാൽ മോഡേൺ ആയിട്ട്, ന്യൂവസ്റ്റ് ആയിട്ട്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ടൈപ്പ് ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. ആൻഡ് സഹേലി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റീറോയിഡൽ ആണ്, അതായത് സ്റ്റീറോയിഡ്സ് ഇൻവോൾവ് ആണ് അതിനകത്ത്. പക്ഷെ സഹേലി എന്ന് പറയുമ്പോൾ ഒരു നോൺ സ്റ്റീറോയിഡ്സ് ഇല്ലാത്ത എന്താണ് ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. ആൻഡ് വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺസ് എ വീക്ക് പിൽ. അതായത് ബാക്കി എല്ലാ പിൽസും മാസത്തിൽ 21 ദിവസവും കഴിക്കുമ്പോൾ സഹേലി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു തവണ മാത്രം കഴിച്ചാൽ മതി. ആൻഡ് ഇതിന് സൈഡ് എഫക്ട്സ് ഭയങ്കര മിനിമം ആണ്. ബാക്കിയുള്ള എല്ലാ പിൽസിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മിനിമം സൈഡ് എഫക്ട്സ് ഉള്ള ഒരാളാണ് സഹേലി എന്ന് പറയുന്ന പില്ല്. ഈയിടെയായിട്ട് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കൂടുതലും ഇന്ത്യയിൽ മാത്രമല്ല, വിമൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പില്ലാണ് സഹേലി. ഇതിനെ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടും വേണമെങ്കിൽ കാണാം. സഹേലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കോൺട്രാസെപ്റ്റീവ്സിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളൊരു പോയിന്റ് ആണ് സഹേലി എന്ന് പറയുന്നത്. നോൺ സ്റ്റീറോയിഡൽ ആണ്, വൺസ് എ വീക്ക് പില്ലാണ്, സൈഡ് എഫക്ട്സ് മിനിമം ആണ്. അതാണ് സഹേലി. ഇനി ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 12th ബോർഡ് എക്സാമിന് CBSE ഒരു തവണ ഒന്നിലധികം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CUT UGയിൽ MCQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഇൻഹിബിറ്റ്സ് ഡാഷ് ആൻഡ് ഡാഷ് ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും ഒരു 2 മാർക്കിന്റെ, ആ ഒരു എക്സാമിന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത് ഇത്. പലരും അതിന് ഇങ്ങനെ കുറെ എസ്സേ എഴുതി, പക്ഷെ അവർക്കൊന്നും മാർക്ക് കിട്ടിയില്ല. കാരണം എന്താണ്, ജസ്റ്റ് ഈ 2 പോയിന്റ് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ എഴുതിയിട്ട് അതിലെ ഓവുലേഷനും ഇംപ്ലാന്റേഷനും അണ്ടർലൈൻ ചെയ്താൽ മാത്രം മതി. സോ ഈ 2 വാക്കുകൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഓവുലേഷൻ എന്ന് പറയുന്ന വാക്കും ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന വാക്കും എഴുതാൻ ശ്രദ്ധിക്കുക. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, അനുഭവമുള്ളത് പറയാൻ. ആൻഡ് ഇൻഹിബിറ്റ്സ് എന്താണ് ഫംഗ്ഷൻ? ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓ ഓവം റിലീസ് ചെയ്യുക, എഗ് റിലീസ് ചെയ്യുക ഫ്രം ദ ഓവറി. ആ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി ഈ പിൽസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഇൻഹിബിറ്റ് ചെയ്യും, അതായത് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് പിന്നെ വരുന്നതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് വന്ന് യൂട്രസിൽ അറ്റാച്ച് ചെയ്യുക, അതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയാം. അപ്പം ഈ പിൽസ് കഴിക്കുന്ന സമയത്ത് ഓവുലേഷൻ നടക്കില്ല, അതായത് എഗ് റിലീസ് ആവില്ല, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനും നടക്കില്ല. ഇനി എഗ് റിലീസ് ആയി ഫെർട്ടിലൈസേഷൻ നടന്നാൽ തന്നെ ഓ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല, യൂട്രസ് ലൈനിങ്ങിനെ പിൽസ് അതുപോലെ എന്ത് ചെയ്തിരിക്കുകയാണ്, എഫക്ട് ചെയ്തിരിക്കുകയാണ്. സോ വേറൊരു രീതിയിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ സെർവിക്സിലെ മ്യൂക്കസിന്റെ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതായത് സെർവിക്സിലെ മ്യൂക്കസ് ഉണ്ട് നമ്മുടെ മൂക്കിലും, അതുപോലെ നമ്മുടെ എല്ലാ ഇൻഡസ്റ്റൈൻ, നമ്മുടെ അകത്തുള്ള എല്ലാ ലൈനിങ്സിലും മ്യൂക്കസ് ഉള്ളതുപോലെ തന്നെ സെർവിക്സിലും മ്യൂക്കസ് ഉണ്ട്. ആ മ്യൂക്കസിന്റെ തിക്നെസ് കൂട്ടും. അത് സ്പേമിന്റെ എൻട്രിയെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കും, സ്പേമിന്റെ മൂവ്മെന്റിനെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കും. അതും ഓറൽ കോൺട്രാസെപ്റ്റീവ് ചെയ്യുന്നതാണ്. സോ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ രണ്ട് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഓവുലേഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അല്ലെങ്കിൽ സെർവിക്കൽ മ്യൂക്കസിന്റെ കട്ടി തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് സ്പേമിന്റെ എൻട്രി ഡിഫിക്കൽട്ട് ആക്കും. ഇനി അടുത്തായിട്ട് വരുന്നതാണ് അഞ്ചാമത്തെ ടൈപ്പ്, ഇൻജെക്റ്റബിൾസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇൻജെക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇഞ്ചക്ഷൻ എടുക്കുക. ഓക്കെ, ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് ഇതുണ്ട്. അതുപോലെ ഇംപ്ലാന്റ്സ്, അതായത് ഇംപ്ലാന്റ് ചെയ്യുക, സ്കിന്നിന്റെ അടിയിൽ ഇംപ്ലാന്റ് ചെയ്യുക. ഇത് രണ്ടും ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഇത് പിൽസ് പോലെ തന്നെയാണ്, സെയിം as പിൽസ്. പിൽസിൽ എന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് ഇത് രണ്ടിലും ഉള്ളത്. പിൽസ് എന്തൊക്കെയാണോ ചെയ്യുന്ന ഫങ്ഷൻസ് അത് തന്നെയാണ് ഇവർ രണ്ടും ചെയ്യുന്നത്. ജസ്റ്റ് അത് ബോഡിയിലേക്ക് എടുക്കുന്ന മോഡ് മാത്രം വ്യത്യാസം വരുന്നു എന്നുള്ളൂ. അപ്പൊ പിൽസിലെ പോലെ തന്നെ ഇതിൽ വരുന്നത് പ്രൊജെസ്റ്റോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെയും സ്മോൾ ഡോസസ് ആണ്, അല്ലെങ്കിൽ പ്രൊജെസ്റ്റോജൻ ഈസ്ട്രജൻ, ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻസ് ആണ്. അപ്പൊ ഇത് എടുക്കുന്ന രീതി മാത്രമാണ് വ്യത്യാസം. പിൽസ് വായിൽ കൂടെ എടുക്കുന്നു, അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് വായിൽ കൂടെ എടുക്കുന്നു. ആൻഡ് ഇഞ്ചെക്ഷൻസ് അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻസ് നമ്മൾ സ്കിന്നിന്റെ അടിയിൽ, ഇംപ്ലാന്റ്സും സ്കിന്നിന്റെ അടിയിൽ എന്ത് ചെയ്യാണ്, ഇഞ്ചക്ഷൻ സ്കിന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ്. ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ആം ഇല്ലേ, അപ്പർ ആം, നമ്മുടെ കൈ, അവിടെ എന്ത് ചെയ്യാണ്, ഇംപ്ലാന്റ് ചെയ്യാണ്. അതായത് കയ്യിൽ സ്കിന്നിന്റെ അടിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാണ്. ഇംപ്ലാന്റ്സ് എന്ന് വെച്ചാൽ ചെറിയ നമ്മുടെ തീപ്പെട്ടി കമ്പില്ലേ, തീപ്പെട്ടി കമ്പ്, തീപ്പെട്ടി കൊള്ളി, അത്രയും തന്നെ സൈസുള്ള പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ റോഡുകളാണ്, ചെറിയ എന്താ വടി പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അവരും ഇതുപോലെ ഹോർമോൺസിനെ സ്മോൾ അമൗണ്ടിൽ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് ആ ഹോർമോൺസ് ആണ് ഈ സെയിം ഫങ്ഷൻസ്, എന്താണ്, പിൽസിന്റെ സെയിം ഫങ്ഷൻസ് ചെയ്യും. അതായത് ഒന്ന് ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക, രണ്ട് ഇംപ്ലാന്റേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക, മൂന്ന് സെർവിക്കൽ മ്യൂക്കസിന്റെ തിക്നെസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട് സ്പെർമിന്റെ എൻട്രി ഡിഫിക്കൽട്ട് ആക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഇൻജെക്റ്റബിൾസ്, ഇംപ്ലാന്റ്സ്, പിൽസ്. ഇതിന് മൂന്നിന്റെയും ഫങ്ഷൻസ് സെയിം ആണ്, ഇതിനകത്തുള്ള ഇവരുടെ കമ്പോസിഷൻ സെയിം ആണ്, ജസ്റ്റ് അവരെ ഇൻജെക്ട് ചെയ്യുന്ന മോഡ് മാത്രമാണ് വ്യത്യാസം. ആൻഡ് ഇവര് മൂന്നുപേരെ നമുക്ക് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഒരു കോയിറ്റസ് നടന്നു, അതായത് ഒന്നെങ്കിൽ അതൊരു കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ്, അതായത് കാഷ്വൽ ആയിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്ഷുവൽ ഇന്റർകോഴ്സ് നടന്നു എന്ന് വിചാരിക്കാം. പക്ഷെ അൺപ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ, കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു റേപ്പ് നടന്ന സമയത്ത് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. ആ സമയത്ത് കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു സമയത്ത് വിത്തിൻ 72 hours, 72 മണിക്കൂറിനുള്ളിൽ ഒന്നുകിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റ്, ഒന്നുകിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പിൽസ് എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ എന്താണ്, റേപ്പിന്റെ കേസസിൽ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ ഇന്റർകോഴ്സിന്റെ സമയത്തും 72 മണിക്കൂറിന് മുമ്പ് നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് എടുത്താൽ, അതായത് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ പിൽസ് എടുത്താൽ നമുക്ക് പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ലാസ്റ്റ് മെത്തേഡ് ആണ് സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. സർജിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് ഇതിന് കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ്. സ്റ്റെറിലൈസ് ചെയ്യുക, അതായത് സ്റ്റെറിലൈസേഷൻ, സ്റ്റെറൈൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, കുട്ടികളെ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ, കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയാത്ത, അതാണ് സ്റ്റെറൈൽ. അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഒരു മെയിലിനെ അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ കുട്ടികളെ ഉണ്ടാക്കാൻ
പറ്റാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുക ഒരു കോൺട്രാസെപ്ഷൻ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇറ്റ് ഈസ് മോസ്റ്റ്ലി പെർമനന്റ് ആണ്. ഇത് പൊതുവെ സർജിക്കൽ മെത്തേഡ്സ് ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ടെർമിനൽ ആയിട്ട്, അതായത് ഇനി ഒരു കുട്ടി വേണ്ട, ആവശ്യത്തിന് കുട്ടിയായി, ഇനി ഒരു കുട്ടി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് നമ്മൾ സർജിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുക. ഇറ്റ് ഇസ് പെർമനന്റ്. ഇറ്റ് ഈസ് പുവർലി റിവേഴ്സിബിൾ. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല പൊതുവെ. ആൻഡ് ഇനി റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് സക്സസ് ആവാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഹൈലി എഫക്റ്റീവ് ആണ്. അതായത് ഉറപ്പായിട്ടും ഈ ഒരു സർജിക്കൽ മെത്തേഡ്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ രണ്ട് ടൈപ്പാണ് സർജിക്കൽ മെത്തേഡ്സ് ഉള്ളത്. ഒന്ന് വെസക്ടമി, രണ്ട് ട്യൂബെക്ടമി. വെസക്ടമി മെയിൽസിലാണ് ചെയ്യുക, ട്യൂബെക്ടമി ഫീമെയിൽസിലാണ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പൽ എന്താന്ന് വെച്ചാൽ ഗമേറ്റ് ട്രാൻസ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുക. അതായത് ബാക്കിയെല്ലാം നമ്മൾ സ്പെർം എഗ് മീറ്റ് ചെയ്യാൻ വേണ്ടി അത് തന്നെ ഇവിടെയും ചെയ്യുന്നത്. സ്പെർമും എഗും മീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് പോകുന്ന ഒരു പാത്ത് വേ ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ട് പാത്ത് വേ, അതിനെ ഒന്നുകിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ടൈ ചെയ്യുക. അതിപ്പോ നമ്മൾ പഠിക്കും. ഓക്കെ, വസെക്ടമി ആണോ ട്യൂബെക്ടമി ആണോ മെയിൽ എന്ന് ചോദിച്ചാൽ അത് ഓർത്തിരിക്കാൻ വളരെയധികം എളുപ്പമുള്ളൊരു സംഭവമുണ്ട്. മെയിൽസിലുള്ള ഒരു ആളാണ് നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. എഴുതാൻ പറ്റുന്നില്ല എനിക്ക്. വാസ് ഡെഫറൻസ്, VASDEFERENS, വാസ് ഡെഫറൻസ്. സോ വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ഒരു ട്യൂബാണ്. അത് നോക്ക്, ഇത് ടെസ്റ്റിസിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹ്യൂമൻ റിപ്രൊഡക്ഷനിൽ പഠിക്കും. ആൻഡ് അവിടെ നിന്ന് വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ട്യൂബ് വഴിയാണ് ഇത് എങ്ങോട്ടേക്ക് പോകുന്നത്? പീനിസിലേക്ക് പോകുന്നത്. ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് പോകുന്നത്. പക്ഷേ ഈ പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ട്രാൻസ്പോർട്ട് പാത്വേ ആയിട്ടുള്ള വാസ് ഡെഫറൻസിനെ കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ റിമൂവ് ചെയ്ത് കളയും, ഒരു ചെറിയ പാർട്ട്, ഒരു സ്മോൾ പാർട്ട്, അല്ലെ മൊത്തത്തിലല്ല, ചെറിയ പാർട്ട്, ഇല്ലെങ്കിൽ ടൈഡ് ആൻഡ് കട്ട്, അതായത് ടൈ ചെയ്യും, കട്ട് ചെയ്തിട്ട് കെട്ടി വെക്കും. സോ സ്പേം ഇവിടം വരെ എത്തും, പിന്നെ അങ്ങോട്ട് പോവില്ല. സോ ഇതാണ് വാസെക്ടമി. മെയിൽസിൽ വാസ് ഡെഫറൻസ് ആണ് കട്ട് ചെയ്യുന്നത്, അത് ഓർക്കുക. പിന്നെ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കുറെ പേർക്ക് ഡൗട്ട് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, ടെസ്റ്റിസിനെ കവർ ചെയ്യുന്ന ഒരു സ്മോൾ ബാഗ് ആണ്, ഒരു സഞ്ചി പോലത്തെ സംഭവമാണ്. ബോഡിയിലെ ഔട്ട് സൈഡിലാണ് ഇത് കാണപ്പെടുന്നത്. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ ഹ്യൂമൻ റിപ്രൊഡക്ഷനിൽ പഠിക്കാൻ പോകും. സോ ഇപ്പൊ തൽക്കാലം ഇത്ര ഓർത്തിരിക്കുക. ആ ഒരു സഞ്ചി, സ്ക്രോട്ടം എന്ന് പറയുന്ന സഞ്ചിയാണ് ടെസ്റ്റിസിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിൽ ഇൻസിഷൻ ഉണ്ടാക്കി, അതായത് അവിടെ കട്ട് ചെയ്തിട്ട് അതുവഴിയാണ് നമ്മൾ സർജിക്കലി വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുക. ആദ്യം സ്ക്രോട്ടം കട്ട് ചെയ്യും, എന്നിട്ട് വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്യും. ഇതാണ് വെസക്ടമി എന്ന് പറയുന്നത്. മെയിൽസിൽ മാത്രമാണ് കാണുന്നത്. ആൻഡ് ഇത് പോർലി റിവേഴ്സിബിൾ ആണ്, ഹൈലി എഫക്റ്റീവ് ആണ്. അതുപോലെ ട്യൂബെക്ടമി എന്ന് ഇതിനെ വിളിക്കാൻ കാരണം, ഇതിനെ വെസക്ടമി എന്ന് വിളിക്കാൻ കാരണം നമ്മൾ കട്ട് ചെയ്യുന്നത് വാസ് ഡിഫറൻസ് ആണ്. അതുപോലെ ട്യൂബെക്ടമി എന്ന് വിളിക്കാൻ കാരണം നമ്മൾ കട്ട് ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബാണ്. ട്യൂബിനെയാണ് കട്ട് ചെയ്യുന്നത്, ഫെലോപ്പിയൻ ട്യൂബിനെയാണ് കട്ട് ചെയ്യുക. സോ ഇതാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്ന എന്തിനാണ്? ഇതും ഗമേറ്റ് ട്രാൻസ്പോർട്ടിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എഗ് അല്ലെങ്കിൽ ഓവം, അത് പിന്നീട് ഫെലോപ്പിയൻ ട്യൂബ് വഴിയാണ് യൂട്രസിലേക്ക് എത്തേണ്ടത്. അപ്പൊ ഇവിടെയാണ് സ്പേം വന്നിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസ് ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് തിരിച്ച് യൂട്രസിൽ എത്തേണ്ടത്. അപ്പൊ ആ ഒരു പാത്വേയെ ബ്ലോക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുക. സെയിം ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുക. അപ്പോൾ അതിനെയാണ് ട്യൂബെക്ടമി എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും ഹൈലി എഫക്റ്റീവ് ആണ്, പോലെ റിവേഴ്സിബിൾ ആണ്. ഇനി മൊത്തത്തിൽ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. അതായത് ഇൻക്രീസിംഗ്ലി നമ്മുടെ പോപ്പുലേഷൻ കൂടുകയാണ്, അപ്പൊ നമുക്ക് കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം. ആൻഡ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുക. പക്ഷെ എങ്കിൽ പോലും ഒരു മെഡിക്കൽ ഗൈഡൻസ്, ഏത് കോൺട്രാസെപ്റ്റീവ് ചൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ചെയ്യുന്ന ആ ഒരു ത്രൂ ഔട്ട് ദ ഹോൾ പ്രോസസ്, അതിൽ മെഡിക്കൽ ഗൈഡൻസ് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏത് കോൺട്രാസെപ്റ്റീവ് ചൂസ് ചെയ്താലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഗൈഡൻസ് തേടാൻ നോക്കുക. കാരണം സംടൈംസ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് മാറും, ലൈക്ക് എസ്പെഷ്യലി നമ്മുടെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് പോലത്തെ സാധനം. ആൻഡ് ഇതിന് കുറെ അധികം പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. കാരണം നമ്മൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കൺസെപ്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് എതിരെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ പോസിബിൾ ആയിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നോസിയാണ്, അതായത് ക്ഷീണം, ആൻഡ് ഇറഗുലർ ബ്ലീഡിങ്, റെഗുലർ അല്ലാത്ത ബ്ലീഡിങ്, മെൻസ്ട്രുവേഷൻ അല്ലാതെ. ഇറഗുലർ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ബ്ലീഡിങ്ങിന്റെ എമൗണ്ട് കൂടുക, ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കൂടുക, അങ്ങനത്തെ കുറെ ടൈപ്സ് ഉണ്ട്. ആൻഡ് അബ്ഡോമിനൽ പെയിൻ, വയറുവേദന. കൂടുതലും ഈ കോൺട്രാസെപ്റ്റീവ്സ് കാരണമുള്ള പ്രശ്നങ്ങൾ ഫീമെയിൽസിനാണ് ഉണ്ടാവുക, കാരണം മെയിൽസും അധികം ഉപയോഗിക്കാറില്ല, ഫീമെയിൽസിനെ കൊണ്ടാണ് ഉപയോഗിക്കുക. പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ലൈക്ക് വെസക്ടമി ആൻഡ് ട്യൂബെക്ടമി? ട്യൂബെക്ടമി മിക്കവരുടെയും, നമ്മുടെ എല്ലാ മദേഴ്സ് ഒരു രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് പ്രഗ്നൻസിക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ട്യൂബെക്ടമി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ വസക്ടമി ചെയ്തിട്ടുള്ള പേരൻസ്, ഫാദേഴ്സ് വളരെയധികം കുറവായിരിക്കും. ഇപ്പൊ കൂടുതലും ഫീമെയിൽസ് ആണ് ചെയ്യുക. അത് ചിലപ്പോൾ സൊസൈറ്റിയുടെ ആ ഒരു സംഭവമായിരിക്കാം, അല്ലെങ്കിൽ പിൽസ് കഴിക്കുക, ഈ സംഭവങ്ങൾ കൂടുതലും ഫീമെയിൽ റിപ്രഡക്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ കിടക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കാം. ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അബ്ഡോമിനൽ പെയിൻ, അതായത് വയറുവേദന, ആൻഡ് സംടൈംസ് സം റെയർ ക്യാൻസർ റിസ്ക് ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ. ഏറ്റവും മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. നമ്മൾ യൂട്രസിലാണ് IUDs ഉപയോഗിക്കുന്നെങ്കിൽ പോലും ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ അത് കാരണമാവാറുണ്ട്, കാരണം കോപ്പർ റിലീസിങ് അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ. സോ ഇതൊക്കെയാണ് പോസിബിൾ സൈഡ് എഫക്ട്സ്. അപ്പൊ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം, അതൊക്കെ നോർമൽ ആണ്, നാച്ചുറൽ ആണ്. നോസിയ, ബ്ലീഡിങ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്കിൽ പോലും ടോട്ടലി നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതിനെ ഒരു എന്താണ് മെഡിക്കൽ പ്രൊഫഷണലായിട്ട് ഗൈഡൻസ് എടുക്കുക. ആൻഡ് ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ